ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് പാകിസ്ഥാനികളെക്കുറിച്ചുള്ള ചില രസകരമായ അനുഭവങ്ങളാണ്. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന കാലത്താണ് പാകിസ്ഥാനികളെ കാണാനും അവരോട് സംസാരിക്കാനും ഇടപെടാനുമൊക്കെ അവസരമുണ്ടായിട്ടുള്ളത്. ആദ്യമായിട്ട് ജിദ്ദയിലെത്തിയ ഞാൻ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ടെലിവിഷൻ ചാനലുകളിൽ ഹജ്ജ് എങ്ങനെ ചെയ്യണം, അവിടെ ഓരോ ഹാജിമാരും എങ്ങനെയാണ് താമസിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ നിയമങ്ങളെ ഏത് രീതിയിലൊക്കെ അനുസരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് സുരക്ഷാ കാരണങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ത്യജിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് വിവിധ വീഡിയോ ക്ലിപ്പുകളിലൂടെ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഹാജിമാർ മക്കയിലെത്തും. എന്നാൽ ഈ വീഡിയോ ക്ലിപ്പുകളിലൊക്കെ കാണിക്കുന്നത് പാകിസ്ഥാനികളെയാണ്. പാകിസ്ഥാൻ ഹാജിമാർ ഹജ്ജ് ചെയ്യുന്നതും അവർ ചെയ്യുന്ന പ്രവൃത്തികളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലുണ്ടായിരുന്ന പഴയ ഒരാളോട് ചോദിച്ചു, എന്താണിങ്ങനെ? അമേരിക്കക്കാരടക്കം ഹജ്ജിന് വരാറുണ്ട്, ഇംഗ്ലീഷുകാരടക്കം വരാറുണ്ട്, ഈ പാകിസ്ഥാനികളെ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ കാരണം എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിന് കാരണം പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത വർഗമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരാണ് ഈ തലയില്ലാത്ത പ്രവൃത്തികൾ, ബുദ്ധിയില്ലാത്ത പ്രവൃത്തികളൊക്കെ കാട്ടിക്കൂട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയാണല്ലോ നമ്മൾ കാണിക്കേണ്ടത് എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പാകിസ്ഥാനികളെ ഗൾഫിൽ താമസിക്കുന്ന ആളുകൾ പച്ചകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പച്ച എന്ന് പറഞ്ഞാൽ കടും പച്ച. ആ വിശേഷണത്തിൽ തന്നെ അവരുടെ സ്വഭാവ സവിശേഷതകൾ പ്രകടമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ബുദ്ധിയില്ലാത്ത വർഗമാണ്, തലയില്ലാത്ത വർഗമാണ് പാകിസ്ഥാനികൾ എന്ന് നമ്മളെ മലയാളികൾക്കൊക്കെ അറിയാം. അവരുടെ കൂടെ ഇടപെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. എത്ര വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും വിവരമുള്ളവനാണെങ്കിലും ഉന്നത ബിരുദങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളവനാണെങ്കിലും പച്ച എപ്പോഴും പച്ച തന്നെയാണ്. അവൻ തലയില്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്നാണ് മലയാളികളൊക്കെ പൊതുവെ പറയാറുള്ളത്. അത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആസന്നമായ യുദ്ധസമയത്തും ഇന്ത്യ പാകിസ്ഥാനിൽ പ്രത്യാക്രമണം ചെയ്യുന്ന സമയത്തും ഒക്കെ പാകിസ്ഥാനികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും ബുദ്ധിയില്ലാത്തതിൻ്റെ 100% ലക്ഷണങ്ങളാണ്. പക്ഷേ ഈ ലക്ഷണങ്ങൾക്കൊന്നും ആ രാജ്യത്തിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘടനം ഉണ്ടാകുമ്പോൾ, സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഗവൺമെൻറ്റിന് കട്ട സപ്പോർട്ട് നൽകുകയാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യവും ഭരണാധികാരികൾ അതുതന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെയാണ് അവിടെയുള്ള ജനങ്ങൾ തിരിഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഇന്ത്യ രാജ്യത്തിനെതിരെയല്ല.